വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ കുടുക്കിയ നിക്ഷേപ തട്ടിപ്പ് CPMന്റെ രാഷ്ട്രീയ പകവീട്ടലാണോ? MV ഗോവിന്ദനും മകനുമെതിരെ ആരോപണം ഉന്നയിച്ച ഷർഷാദിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് ചെന്നൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ലാഭവിഹിതവും ഓഹരി പങ്കാളിത്തവും വാഗ്ദാനം ചെയ്ത് നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിലായിരുന്നു നടപടി. കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്നായി 40 ലക്ഷത്തോളം രൂപ തട്ടിയെന്നാണ് പരാതി. എന്നാൽ അറസ്റ്റിന് കാരണം രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണെന്നും ഷർഷാദ് ആരോപിച്ചു. കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് നടപടി. ഷർഷാദിനെ ഈ മാസം 15 വരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. 3-ാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കും. അതേസമയം പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പരാതിക്ക് പിന്നിൽ CPM നേതാവ് P. ശശിയുടെ ഓഫീസാണെന്നും ഷർഷാദ് പ്രതികരിച്ചു. പരാതിക്കാരൻ പാർട്ടി കുടുംബത്തിലെ അംഗമാണ്. തനിക്ക് ഭീഷണിയുണ്ടെന്നും പുറത്തു വന്ന ശേഷം എല്ലാം വിശദമായി പറയുമെന്നും ഷർഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. പറയാനുള്ളത് വന്നതിന് ശേഷം വിശദമായിട്ട് ഭീഷണിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വിശദമായിട്ട് പ്രസ് മീറ്റ് വിളിക്കും. ശശിയുടെ ഓഫീസ് തന്നെ, വേറെ ആരുമില്ല. രാഷ്ട്രീയ വൈരാഗ്യം തന്നെ. ഞാൻ ആ സെക്രട്ടറിയുടെ മകനെതിരെയുള്ള എൻ്റെ ഇഷ്യൂസ് അവർ എന്നെ ഭീഷണിപ്പെടുത്തി അത് ഒതുക്കാൻ നോക്കുകയാണ്. അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉടനെ തന്നെ പുറത്തു വരും. പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ 2023-ൽ പണം തട്ടിയെന്നാണ് പരാതി. വാർഷിക റിട്ടേണും ലാഭവും ഷെയറും നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ചെന്നൈയിൽ നിന്നാണ് ഷർഷാദിനെ കൊച്ചി സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മുഹമ്മദ് ഷർഷാദ് PBക്ക് അയച്ച കത്ത് വിവാദമായിരുന്നു. UK-യിലെ മലയാളി വ്യവസായി രാജേഷ് കൃഷ്ണയും CPMലെ ഉന്നത നേതാക്കളും തമ്മിൽ അനധികൃത ഇടപാടുകൾ നടത്തിയെന്നാരോപിച്ചാണ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്ത് നൽകിയത്. ഷർഷാദിന് പുറമെ കമ്പനി CEO-യായ തമിഴ്നാട് സ്വദേശി ശരവണനും കേസിൽ പ്രതിയാണ്. News 18 കൊച്ചി.